EMS അടക്കമുള്ള പ്രധാനപ്പെട്ട CPM-ൻ്റെ നേതാക്കളാണ് മുസ്ലിം ലീഗിനെ കൂടെ ചേർത്ത പാരമ്പര്യമുള്ളത്. മുസ്ലിം ലീഗ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ശരിയല്ല. പ്രത്യേകിച്ചും ഇസ്ലാം മതത്തിൽ അങ്ങനെയൊന്നും പറയുന്നില്ല. അവരുടെ നേതാക്കൾ തന്നെ നിലവിളക്ക് കൊളുത്തുന്നുണ്ട്. ഈ നിലപാട് മതേതര കേരളത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് ശ്രീ ജലീൽ പുനലൂർ പറയുന്നുണ്ട്. വളരെ ശ്ലാഘനീയമായ കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പ്രമുഖ നേതാക്കൾ CPM-ലെ അല്ലെങ്കിൽ ഈ മതേതരവാദികളായി ഒക്കെ കൃത്യമായ നിലപാടുകളൊക്കെ പറയുമെന്ന് പറയുന്നവർ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ പരസ്യമായി എതിർത്ത് രംഗത്ത് വരാത്തത്? അവിടെ നിങ്ങൾക്ക് ചില വോട്ടുകൾ, ആരുടെയെങ്കിലും വോട്ട് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അവരിൽപ്പെട്ട നേതാക്കൾക്കുണ്ട്. അതുകൊണ്ടല്ലേ അവർ മൗനം തുടരുന്നത്? ശ്രീ ജലീൽ പുനലൂർ, നോക്കൂ, മതത്തിൻ്റെ പേരിൽ സംഘടിക്കപ്പെട്ടിട്ടുള്ള ഒരു രാജ്യത്തോ മതത്തിൻ്റെ പേരിൽ സംഘടിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോ അതാത് മതങ്ങളിലെ സമൂഹങ്ങൾക്ക്, പ്രത്യേകിച്ച് താഴ്ന്ന വിഭാഗങ്ങൾക്ക്, അതിലെ കഷ്ടപ്പെടുന്നവർക്ക് നീതി പുലർത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ലോക ചരിത്രവും നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയവും ഇന്ത്യയുടെ ചരിത്രവും നോക്കിക്കാണുന്ന ഏതൊരാൾക്കും കൃത്യമായി ബോധ്യമുള്ളതാണ്. ഞാനതാണ് നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്കൊരു പക്ഷേ അത് ഇഷ്ടപ്പെടില്ലെങ്കിലും എനിക്കത് പറയാതെ പോകാൻ തരമില്ല. ലീഗും BJP എന്ന് പറയുന്നത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഇത് രണ്ടിൻ്റെയും വരേണ്യവർഗമുണ്ട്. ആ വരേണ്യവർഗം പള്ളിയെയും അമ്പലത്തെയും മതാചാരങ്ങളെയും ശ്രീരാമനെയും മുഹമ്മദ് നബിയെയും ഒക്കെ കൂട്ടുപിടിച്ച് വോട്ട് ബാങ്ക് സൃഷ്ടിച്ച് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതാത് മതസമൂഹങ്ങളിലെ, അത് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഏത് സമൂഹത്തിലെ ആ വിഭാഗത്തോടാണ് അവർക്ക് നീതി പുലർത്താൻ സാധിച്ചിട്ടുള്ളത്? മുസ്ലിങ്ങളുടെ പേരിൽ സംഘടിച്ചിട്ടുള്ള പ്രവാചകൻ്റെ പേരക്കുട്ടി എന്ന് പറയുന്ന ഈ പാണക്കാട്ടെ കുടുംബത്തിൻ്റെ പേരിൽ സംഘടിപ്പിച്ച് നേരത്തെ പറഞ്ഞ മലപ്പുറം ജില്ലയിലടക്കം വലിയ വോട്ട് ബാങ്ക് നേടിയ മുസ്ലിം ലീഗിന് മറ്റുള്ളവരുടെ കാര്യം പോട്ടെ, ആ സമൂഹത്തോട് എന്ത് പ്രതിബദ്ധതയാണ് പുലർത്താൻ സാധിച്ചിട്ടുള്ളത്? ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നടക്കുന്ന ഈ വഖഫ് വിഷയത്തിൽ പോലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, എനിക്ക് നിങ്ങളുമായിട്ട് ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളാണ്. വഖഫ് വിഷയത്തിൽ പോലും കേന്ദ്ര സർക്കാരിന് അനുകൂലമായി അഥവാ BJPക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. എന്തുകൊണ്ടാണ്? മുസ്ലിം ലീഗിന് നിലനിന്ന് പോകണമെങ്കിൽ, മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്ക് നിലനിന്ന് പോകണമെങ്കിൽ കേന്ദ്ര സർക്കാരുമായിട്ടൊരു പാലം, ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവണം. VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയത് എങ്ങനെയാണ്? കോൺഗ്രസിൻ്റെ താല്പര്യമാണോ? VD സതീശന് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ചത് മുസ്ലിം ലീഗാണ്. അതിൻ്റെ കാരണം എന്താ? മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാക്കൾക്ക് നഷ്ടപ്പെടാൻ ധാരാളമുണ്ട്. കാരണം കഴിഞ്ഞ 19 വർഷക്കാലത്തെ ഭരണസുഖത്തിൽ നിന്നും നേടിയെടുത്തത് അതൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. EDയുടെ വരവ് കുഞ്ഞാലിക്കുട്ടി പ്രതീക്ഷിക്കുന്നുണ്ട്, പാണക്കാട് തങ്ങന്മാർ പ്രതീക്ഷിക്കുന്നുണ്ട്, ലീഗിൻ്റെ ഒട്ടനവധി മന്ത്രിമാരും MLA-മാരും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു സംഘപരിവാർ അനുകൂല നിലപാട് സ്വീകരിക്കേണ്ടത് ലീഗിൻ്റെ രാഷ്ട്രീയപരമായ ഒരാവശ്യമാണ് ഒരു വശത്ത്. എന്നാൽ സാധാരണക്കാരായ മുസ്ലിം മതവിശ്വാസികളെ ചൂഷണം ചെയ്തുകൊണ്ട് തങ്ങളുടെ വോട്ട് ബാങ്ക് നിലനിർത്തണം. അതിന് കാട്ടുന്ന നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഉഡായിപ്പ് മാത്രമാണ് ഈ നിലവിളക്ക് കൊളുത്തൽ വിവാദം പോലെയുള്ള ചില തട്ടിപ്പുകൾ. അതുപോലെ തന്നെ തൊടുപുഴയിൽ നിന്നും ഉയർന്നു വന്ന വിദ്വേഷ പ്രസംഗങ്ങൾ, ഇതൊക്കെ എന്ന് പറയുന്നത് വൈകാരികമായി ചിന്തിക്കുന്ന മുസ്ലിം സമുദായത്തിലെ വോട്ട് ബാങ്കിനെ തങ്ങളോടടുപ്പിക്കാൻ ഒരു ഭാഗത്ത് ശ്രമിക്കുമ്പോൾ ഒരു ഭാഗത്ത് ആ സമൂഹത്തിൻ്റെ തന്നെ കഴുത്തിന് കൊലക്കയർ വിധിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളുമായിട്ട് പലപ്പോഴും ബാബരി മസ്ജിദ് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ വിഷയവും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഈ പാണക്കാട് തങ്ങളും ലീഗും ഒക്കെ കേരളത്തിൽ എന്നാണ് മതേതര പട്ടം ചാർത്തപ്പെട്ടത്? ബാബരി മസ്ജിദ് വിഷയത്തിലാണ്. അന്നൊക്കെ എന്താണ് പറഞ്ഞത്? ശ്രീധരൻ പിള്ള അടക്കമുള്ള BJPയുടെ സമുന്നത നേതാക്കൾ എന്ന് പറഞ്ഞ എന്താ? പാണക്കാട് തങ്ങളില്ലായിരുന്നെങ്കിൽ കേരളം കത്തിപ്പോയനെ. എത്ര വലിയ ഒരു വീരവാദമാണത്. കേരളം കത്താതെ പോയെന്ന് പറഞ്ഞാൽ കേരളം ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. കേരളം എല്ലാ കാലത്തും, രാജ്യം മുഴുവൻ കത്തിയപ്പോഴും കേരളം കത്തിയിട്ടില്ല വിഭജനകാലത്തിന് ശേഷം ഇങ്ങോട്ട്. അത് ശ്രീനാരായണ ഗുരുവിൻ്റെയും മാലിക് ബിൻ ദീനാറിൻ്റെയും മന്നത്ത് പത്മനാഭൻ്റെയും ഒക്കെ നല്ല പൈതൃകവും സംസ്കാരവും ഉൾക്കൊള്ളുന്നവരാണ് മലയാളികൾ. സാക്ഷര സമ്പന്നരാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു തങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെള്ളാപ്പള്ളിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുകുമാരൻ നായരുടെയോ ഷീട്ട് കൊണ്ടൊന്നുമല്ല കേരളം മതേതരമായത്. അത് തീർച്ചയായിട്ടും അത് ഈ പറയപ്പെടുന്ന ഈഴവ വിഭാഗത്തിൻ്റെ ആയാലും നായർ വിഭാഗത്തിൻ്റെ ആയാലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആയാലും സമാനമായി മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആയാലും അതിൻ്റെ പേരിൽ സംഘടിച്ചു വരുന്ന മുഴുവൻ ആളുകളും മാടമ്പികളാണ്.
അവർക്ക് അവരുടേതായ താല്പര്യം. ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ നിലവിളക്ക് കൊളുത്തലിന് വിവാദം ഉണ്ടായല്ലോ. മുസ്ലിം സമുദായത്തിൻ്റെ തലയെണ്ണി വാങ്ങിയ എത്രയോ കോളേജുകളും സ്കൂളുകളും ഇവിടെ ഉണ്ട്. ഇപ്പോൾ അഡ്മിഷൻ നടക്കുകയാണെങ്കിലോ ഏതെങ്കിലും ഒരു പെട്ടിയാട്ടം ഓടിച്ചു നടക്കുന്ന, മീൻ കച്ചവടം ചെയ്യുന്ന, കൂലിപ്പണിക്ക് പോകുന്ന ഒരു സാധാരണക്കാരനായ വിശ്വാസിയുടെ മകനോ മകൾക്കോ ഒരു സീറ്റ് കൊടുക്കട്ടെ. ഈ പറയപ്പെടുന്ന തങ്ങന്മാരടക്കം അവിടുത്തെ മതസ്നേഹവും അവിടുത്തെ മതനിശ്ചയവും വിശ്വാസ പ്രതിബദ്ധത എന്നൊക്കെ പറയുന്നത് ഗാന്ധി തലയുള്ള നോട്ടിൻ്റെ കനമാണ്. അത് മുസ്ലിം സമൂഹത്തിൽ മാത്രമല്ല എല്ലാ വിഭാഗത്തിലുമുണ്ട്. അതുകൊണ്ടാണ് എന്നെപ്പോലുള്ളവർ ആവർത്തിച്ചു പറയുന്നത്, ജാതിയുടെയും മതത്തിൻ്റെ പേരിൽ സംഘടിച്ചും അതിൻ്റെ പേരിൽ നമ്മൾ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ടും നമ്മുടെ നാടിനെയും നമ്മുടെ രാജ്യത്തെയും അപകടത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രീ ജലീൽ പുനലൂർ, അങ്ങനെ ഇടതുപക്ഷ നിലപാട് സ്വീകരിക്കുമ്പോഴും നിങ്ങളുടെ പാരമ്പര്യം എന്താണ്? മുസ്ലിം ലീഗിനെ നിങ്ങൾ കൂടെ കൂട്ടിയിട്ടുണ്ട്, അവരെ നിങ്ങൾ ഒന്നിച്ച് ഭരിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ആവശ്യപ്രകാരം മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ല തന്നെ രൂപീകരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ പറയുന്നത്, നിങ്ങൾ ഇത്തരത്തിൽ ജലീൽ പുനലൂരിൻ്റെ വ്യക്തിപരമായ നിലപാടല്ല പറഞ്ഞത്, ഇടതുപക്ഷം സ്വീകരിക്കുന്ന എല്ലാ നിലപാടുകളും ഇത്തരത്തിൽ ന്യൂനപക്ഷ പ്രീണനപരമായ സമീപനം തന്നെയാണ് ഇടതുപക്ഷം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ശ്രീ ജലീൽ പുനലൂർ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് മനുഷ്യ പ്രീണനങ്ങളാണ്. ഒരു ന്യൂനപക്ഷ പ്രീണനമോ ഭൂരിപക്ഷ പ്രീണനമോ ഇടതുപക്ഷം സ്വീകരിച്ചിട്ടില്ല, അവരുടെ സമീപനവും അല്ല. മലപ്പുറം ജില്ല രൂപീകരിച്ചത് കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയായിരുന്നു. പത്തനംതിട്ട ജില്ല രൂപീകരിച്ചിട്ടുണ്ട്. അതായത് നാട്ടിൻ്റെ ജനസംഖ്യ ആനുപാതികമായിട്ട് ജില്ലകൾ രൂപീകരിക്കേണ്ടി വരും. ഇപ്പോൾ 16 മണ്ഡലങ്ങളുണ്ട് മലപ്പുറം ജില്ലയിൽ. പത്തനംതിട്ടയിൽ 5 മണ്ഡലങ്ങളേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും പത്തനംതിട്ടയിൽ കിട്ടുന്ന സൗകര്യങ്ങളെക്കാൾ പരിമിതമായിരിക്കും മലപ്പുറം ജില്ലയിൽ. ഇനി ഒന്നുകൂടി പറയാം, മലപ്പുറം ജില്ലക്കാരനാണല്ലോ എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഈ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങ് മുസ്ലിങ്ങളൊന്നുമല്ല, അവിടെയും 10, 30, 40% മറ്റു മതവിശ്വാസികളുണ്ട്. അവരും ആ ജില്ലക്കാരാണ്, അവർക്കും ലഭിക്കേണ്ടതുണ്ട്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ലീഗുമായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ട്. പക്ഷേ ആ പാപത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ BJP കൊണ്ട് സാധിക്കുമോ? ബേപ്പൂരും വടകരയിലും കോലീബി സഖ്യം, അന്ന് RSSൻ്റെ പ്രവർത്തകനായിരുന്ന മാധവൻകുട്ടിയാണ് പാണക്കാട് തങ്ങളും KG മാരാർജിയും കൂടി ബേപ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് ഇടതുപക്ഷത്തിൻ്റെ രക്തത്തിനു വേണ്ടി. രത്ന സിംഗ് എന്ന് പറയുന്ന പക്ക RSSകാരനെയാണ് അന്ന് കരുണാകരനും പാണക്കാട് തങ്ങളും കൂടി KG മാരാർജിക്കൊപ്പം ചേർന്നുകൊണ്ട് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയത് ശ്രീ ഉണ്ണികൃഷ്ണനെതിരായിട്ട്. അപ്പോൾ BJPയും ഈ പാപത്തിൽ നിന്നൊന്നും മുക്തരല്ല. എന്ന് മാത്രമല്ല, അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ളയെ പോലെയുള്ളവർ ഇപ്പോഴും സമദാനിയെയും ഈ പാണക്കാട് തങ്ങന്മാരെയും ലീഗ് നേതാക്കളെയും അമിതമായ നിലയിൽ മതേതരവാദികളും മാതൃകാ പുരുഷന്മാരുമാക്കി വാഴ്ത്തപ്പെടുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് BJP പ്രവർത്തകർ തന്നെ ചിന്തിക്കട്ടെ. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു കാര്യമുണ്ട്, ഈ ലോകം മുഴുവൻ തീവ്രവാദികളെന്നോ ഭീകരവാദികളെന്നോ ഒക്കെ വിളിച്ചാലും വർഗീയതയ്ക്കും തീവ്രവാദത്തിനും എതിരായിട്ട്, അത് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് ഈ നിലവിളക്ക് വിവാദത്തിൽ അടക്കം ഏത് വിഷയത്തിലും ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വന്നു ശ്രീ അരുൺ മോഹൻ, അതിന് കൃത്യമായ അരുൺ മോഹനും അതുപോലെ തന്നെ അശോക് കുമാർ മറുപടി പറയുമെന്ന് കരുതുന്നു. ഇടതുപക്ഷത്തിന് ഇത്തരത്തിൽ മതേതര നിലപാടാണ്, വിട്ടുവീഴ്ചയില്ല എന്നാണ് ജലീൽ പുനലൂർ പറയുന്നത്. നിങ്ങൾക്കതിന് കൃത്യമായ മറുപടി കാണും.